രണ്ട് വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പുട്ടിൽ തേങ്ങാപ്പീര ചേർക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ജമായത്തെ ഇസ്ലാമിയെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ച് 10 വോട്ട് നേടാമെന്നായിരുന്നു CPM-ന്റെ ആഗ്രഹം. അതിപ്പോൾ പൊളിഞ്ഞിരിക്കുക. ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച CPM-ന്റെ കാപട്യം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജമായത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടേയില്ല, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഏതൊരു യാത്രയുടെ ഇടയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലും അവരുമായിട്ട് ഒരു കൂട്ടിമുട്ടലും ഉണ്ടായിട്ടില്ല. ജമായത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താ, ഏതാ, എങ്ങനെയാ, ഈ രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമായത്തയുടെ അമീറുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു ചിത്രം ഉയർത്തിക്കാട്ടിയതോടെ ഇപ്പൊ സത്യം പറയാതെ വയ്യ എന്തായി. അവസാനം പിണറായി വിജയൻ സമ്മതിച്ചു, ഞങ്ങള് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സമ്മതിച്ചതല്ല, സമ്മതിക്കാൻ നിർബന്ധിതനായതാണ്. ഈ സംഭാഷണം AKG സെന്ററിൽ വെച്ചായിരുന്നുവെന്നും അതുപോലെ തന്നെ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് അവരെ കണ്ടതെന്നുമാണ് പിണറായി വിജയൻ കോഴിക്കോട്ട് മാധ്യമ ലേഖകരോട് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയ ഉടനെ തന്നെ ജമായത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അതിലൊരു തിരുത്തുമായി രംഗത്ത് വന്നു. അവര് പിണറായി വിജയനെ കണ്ടത് AKG സെന്ററിൽ വെച്ചൊന്നും അല്ല. അവര് അതിന്റെ കൃത്യമായ സ്ഥലവും സമയവും തീയതിയും ഒക്കെ വിശദീകരിച്ചു. അവര് പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത് ആലപ്പുഴയിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച 2011 മാർച്ച് 31. എന്തിനാ കണ്ടത്? കോഴിക്കോട് സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് അവർ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതാണ്, അതനുസരിച്ചാണ് കണ്ടത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതുമായി യാതൊരു ചർച്ചയും ഉണ്ടായില്ല എന്നൊക്കെയാ. പക്ഷേ ഷിഹാബ് പൂക്കോട്ടർ എന്താ പറയുന്നത്? വോട്ടിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഞങ്ങളെ കണ്ടത്, ഞങ്ങൾ അവർക്ക് വോട്ട് നൽകുകയും ചെയ്തു. ഏതാണ്ട് ഇതേ നിലപാടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതുവരെ എടുത്തിരുന്നത്. പക്ഷേ പിണറായി വിജയന്റെ ഈ സമ്മതിക്കൽ വന്നതോടുകൂടി തന്നെ, അതായത് ഞങ്ങളെ കണ്ടു, ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ടു എന്ന് പരസ്യമായി പറഞ്ഞതോടെ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം അസത്യങ്ങളാണെന്ന്, പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുക. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്നാണ് ഷിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞത്. ഈ ഇരട്ടത്താപ്പ്, ഈ കാപട്യം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ട് നടക്കുന്നതിന് 2 ദിവസം മുമ്പ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ട കാര്യം സമ്മതിച്ചപ്പോൾ തന്നെ ഒരു പഴയ പ്രസ്താവനയുണ്ടല്ലോ, അതായത് കത്തികളുടെയും വടിവാളുകളുടെയും ഇടയിലൂടെ നടന്നു വന്ന ആ കഥ, അതുപോലെ യമണ്ടം പ്രസ്താവന ഇത്തവണയും നടത്തിയിട്ടുണ്ട്. അതായത് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ടപ്പോൾ സോളിഡാരിറ്റിയുടെ ചില നേതാക്കളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പരിചയപ്പെടുത്തി, ഇവര് സോളിഡാരിറ്റിയുടെ നേതാക്കളാണെന്ന് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ പരിചയപ്പെടുത്തി. അപ്പോ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു, ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധർ എന്ന്. അവരുടെ മുഖത്തു നോക്കി പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധർ ആണെന്ന്. നമ്മൾ ഈ വടിവാളിന്റെയും കത്തിയുടെയും കഥ പോലെ, അല്ലെങ്കിൽ ആ വീരവാദം മുഴക്കല് പോലെ ഇതും ശരിയായിരുന്നു എന്ന് സമ്മതിക്കാം. കാരണം അദ്ദേഹം 2 ചങ്കുള്ളയാളാണ്. ഇതുപോലൊക്കെ ചോദിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടാകത്തില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് ഈ ജമായത്തെ ഇസ്ലാമിയും UDF-ഉം തമ്മിലുള്ള കൂട്ടുകെട്ടുകളെ കുറിച്ച്, അല്ലെങ്കിൽ UDF-ന് ജമായത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് CPM-ന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രചാരണം ആരംഭിച്ചത്. അത് അവരുടെ സൈബർ പോരാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതുവരെ ഈ ജമായത്തയുടെ വോട്ട് CPM-നാ കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ LDF-നാ കിട്ടിയിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു, ഇക്കുറി ഞങ്ങളുടെ വോട്ട് UDF-നാണെന്ന്. ചേടാ, വോട്ട് തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വേണ്ട എന്ന് പറയുമോ? അതിനപ്പുറത്ത് UDF-ന് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അതോടെ തന്നെ ജമായത്തെ ഇസ്ലാമി CPM-കാരുടെ കണ്ണില് ഒരു ഭീകര സംഘടനയായി, അല്ലെങ്കിൽ മത തീവ്രവാദികളായി. അവരെ ഞങ്ങൾ തൊട്ടിട്ട് പോലുമില്ല എന്ന് ആണയിട്ട് പറഞ്ഞു CPM-ന്റെ നേതാക്കള്. പക്ഷെ അവരുമായി CPM-ന് ഉണ്ടായിരുന്ന ബന്ധം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അതൊരു രഹസ്യബന്ധമായിരുന്നില്ല, വളരെ പരസ്യമായിട്ടുള്ള ഒരു ബാന്ധവമായിരുന്നു. ജമായത്തെ ഇസ്ലാമി LDF-ന് വേണ്ടി CPM-ന് വേണ്ടി പരസ്യമായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. 1977 മുതൽ 2019 വരെ ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം CPM-മായി ചേർന്നുള്ളതായിരുന്നു, LDF-ന് പിന്തുണ നൽകുന്നതായിരുന്നു.
പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരൊന്ന് മാറ്റിപ്പിടിച്ചു. അവരവരുടെ നിലപാടിൽ മാറ്റം വരുത്തി. അങ്ങോട്ടാരും ചെന്ന് സംസാരിച്ചിട്ടോ ചോദിച്ചിട്ടോ അല്ല, അവർ തീരുമാനിച്ചു ഇത്തവണ UDF വോട്ട് ചെയ്യാൻ. അതോടെ LDF സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം ജമായത്തെ ഇസ്ലാമി കണ്ടാൽ കണ്ടുകൂടാത്തവരായി. അവര് വർഗീയവാദികളായി, അല്ലെങ്കിൽ മത തീവ്രവാദികളായി, അവര് തൊടാൻ പറ്റാത്തവരായി. ഇപ്പോഴ് കഴിഞ്ഞ ദിവസം വയനാട്ടില് പത്രലേഖകരുമായിട്ട് സംസാരിക്കും VD സതീശൻ ജമായത്തെ ഇസ്ലാമിയുടെ അമീറുമായിട്ട് പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി. അതോടെ പിന്നെ സത്യം മറച്ചു വയ്ക്കാൻ വയ്യാത്ത സാഹചര്യമായപ്പോഴാണ് പിണറായി വിജയൻ അത് സമ്മതിച്ചത്. ഇതെപ്പോഴും CPM ഒരു നിലപാടാ, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയാ. നേരത്തെ PDP-യുമായിട്ട് അവർ സഹകരിച്ചിട്ടുണ്ട്, മദനിയുമായിട്ട് വേരി പങ്കിട്ടിട്ടുണ്ട്, പിന്നെ ചില സന്ദർഭങ്ങളിൽ അവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു പാർട്ടി, അവര് വർഗീയ സംഘടന ആവട്ടെ അല്ലെങ്കിൽ മത തീവ്രവാദികളാവട്ടെ, അവർ LDF ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അവര് CPM വോട്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അവർ നല്ല തങ്കക്കുടങ്ങളാവും. 24 കാരറ്റ് ശുദ്ധിയുള്ള കറകളഞ്ഞ മതനിരപേക്ഷ കക്ഷിയാവും. അതേസമയം അതേ സംഘടന തന്നെ, അതേ ആളുകൾ തന്നെ UDF വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാലോ, അവർ അരനിമിഷം കൊണ്ട്, അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട, CPM സംബന്ധിച്ചോളം അരനിമിഷം കൊണ്ട് അവരെ വർഗീയവാദികളായി അല്ലെങ്കിൽ മത തീവ്രവാദികളായിട്ട് മുദ്ര കൊത്തും. അവരെ അകറ്റി നിർത്തണമെന്ന് പറയുകയും ചെയ്യും. നേതാക്കൾ അത് പറയും, പിന്നെ സൈബർ പോരാളികൾ ഏറ്റെടുക്കും. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിഹസിച്ചിരുന്നത് ജമായത്തെ ഇസ്ലാമി UDF ഇപ്പൊ തങ്കക്കുടമായി എന്നാണ്. അവരെ ആരും ശുദ്ധീകരിക്കാൻ നോക്കട്ടെന്ന് ഇന്നലെ അദ്ദേഹം കോഴിക്കോട് പറയുകയും ചെയ്തു. ഈ സംഘടന ആരാ ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്? ഇപ്പൊ UDF തങ്കക്കുടമായി, അല്ലെങ്കിൽ ആരോ അവരെ ശുദ്ധീകരിക്കാൻ നോക്കുന്നു, അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ സംഘടന പറഞ്ഞില്ലേ, 77 മുതൽ 2019 വരെ LDF കൂടെ ഉണ്ടായിരുന്നവരാണ്. സഖ്യകക്ഷികളായില്ലെന്നേ ഉള്ളൂ, മുന്നണിയിൽ ചേർത്തില്ല എന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും അവർ സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അത് മാത്രമല്ല, LDF അധികാരത്തിൽ വന്നപ്പോൾ സർക്കാരിന്റെ പല പ്രധാനപ്പെട്ട കമ്മിറ്റികളിലും ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ, പ്രതിനിധികളെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങളും CPM നിലപാട് ഇതേ രീതിയിലാണ്. ഒരു ഇരട്ടത്താപ്പ. കേരളത്തിൽ സംസാരിക്കുന്ന ഉടനെ അവർ RSSനും BJPക്കും എതിരാ. അവർക്കെതിരെ പോരാടുന്നത് ഞങ്ങൾ മാത്രമാണെന്ന് ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. RSSകാരിൽ നിന്ന് മുസ്ലിം ദേവാലയങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ അതിനെ കാവൽ നിന്നിട്ടുണ്ട് എന്ന അവകാശവാദം വരെ ഉന്നയിക്കും. പക്ഷെ ഡൽഹി ചെന്നാലോ പിണറായി വിജയനും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ മച്ചന്മാരായിട്ടങ്ങ് മാറും. ആറന്മുള കണ്ണാടിയും അതുപോലെ തന്നെ കരാൾക്കടയിൽ നിന്നുള്ള കസവും കൊണ്ടൊക്കെ പുതിയ കെട്ടിക്കൊണ്ട് കൊടുക്കും. BJPയുടെ കേന്ദ്ര മന്ത്രിയുമായിട്ട് കേരള ഹൗസില് ഇഡ്ഡലിയും വടയും സാമ്പാറും കഴിക്കും, സംസാരിക്കും, ഒരു പ്രശ്നവുമില്ല. അതുപോലെ PM-ശ്രീ പോലെയുള്ള ഇടപാടുകളിൽ, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത PM-ശ്രീ പദ്ധതി, അതാണ് LDF പ്രഖ്യാപിത നയം PM-ശ്രീയെ കുറിച്ചുള്ളത്. പക്ഷേ ഡൽഹി ചെന്ന് കഴിയുമ്പോഴേക്ക് അവരാരും കാണാതെ അത് ഒപ്പിടാനുള്ള ധാരണയാവും, തീരുമാനമാവും. പിന്നീട് അത് ഒപ്പിടുകയും ചെയ്യും. നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ കേരള സർക്കാരിനും ഡൽഹിയിലെ BJP RSS കൂട്ടുകെട്ടിനും ഇടയ്ക്കുള്ള ഒരു പാലമായിട്ടങ്ങ് മാറും. ഈ ഇരട്ടത്താപ്പാണ് അവര് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് അവര് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഇവിടെ BJP-യും RSSനെ എതിർക്കുന്നത് ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടാനാണ്. അവിടെ ചെന്ന് അവരോട് കൂടുന്നത് പിണറായി വിജയന് താല്പര്യമുള്ള പല കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ലാവ്ലിൻ കേസ് വീണ്ടും മാറ്റിവെക്കുന്നത്, അതിൽ നിന്ന് ഇപ്പോഴും പിണറായി വിജയൻ രക്ഷപ്പെട്ടു നിൽക്കുന്നത്, മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി കേസിൽ SFIയുടെ അന്വേഷണം അല്ലെങ്കിൽ അവരെ കുറ്റപത്രം കൊടുക്കുന്നത്, വെച്ച് താമസിപ്പിക്കുന്നത്, ഇതൊക്കെ അതിന്റെ ഉദ്ദേശങ്ങളാണ്, ലക്ഷ്യങ്ങളാണ്. അതുപോലെ അവർക്കൊരു വലിയ ലാർജർ അജണ്ടയുണ്ട്, കുറച്ചുകൂടെ വലിയ അജണ്ട. അതായത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് BJP-യുമായിട്ടൊരു കൂട്ടുകെട്ട് അത് ഉറപ്പാക്കണം. ഇപ്പോൾ തന്നെ അന്തർധാരയുണ്ട്. ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പോലും പലയിടത്തും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചില സീറ്റുകളിൽ BJP-ക്ക് ഞങ്ങൾ വോട്ട് ചെയ്തേക്കാം, ബാക്കി മണ്ഡലങ്ങളിൽ BJP-യുടെ വോട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി, മുഴുവൻ വോട്ടും തരേണ്ട, ജയിക്കാനുള്ള വോട്ട് തന്നാലും മതി. ഈ ഒരു ധാരണയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് BJP-യും RSSുമായിട്ട് ഇവിടെ CPM-ഉം സംസ്ഥാന സർക്കാർ ഒരു പാലം ഉണ്ടാക്കാൻ, ബ്രിഡ്ജ്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ജോൺ ബ്രിട്ടാസുമാര് ഓവർ ടൈം പണിയെടുക്കുന്നത്. ഈ ജമായത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും അതിനാണ് ശ്രമിച്ചത്. ജമായത്തെ ഇസ്ലാമി ശരിയല്ല, അവര് വർഗീയവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
മറ്റുള്ളവരുടെ വോട്ട് തട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു. 1977 മുതൽ 2019 വരെ അവരുടെ വോട്ട് നേടി ജയിച്ചിട്ടാണ് ഈ പറയുന്നത്. അതിനുള്ളൊരു നന്ദി പോലും CPM കാണിക്കുന്നില്ല. എന്നിട്ട് തള്ളി പറയാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇപ്പൊ അവര് UDF വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഈ ജമായത്തെ ഇസ്ലാമി എന്ന വടി ഉപയോഗിച്ച് UDFനെയും കോൺഗ്രസിനെയും തല്ലാൻ ശ്രമിച്ചതാ. പക്ഷെ അത് നടന്നില്ല. അത് സതീശനാണ് അത് പൊളിച്ചത്. അദ്ദേഹം തെളിവുമായിട്ട് വന്നു. പിണറായി വിജയൻ ജമായത്തെ ഇസ്ലാമിയുടെ അമീറുമായിട്ട്, അതായത് കേരളത്തിലെ പ്രധാന നേതാവുമായി സംസാരിക്കുന്നതിന്റെ ചിത്രം അത് വന്നതോടെ സത്യം പറയാതെ വയ്യ എന്ന സ്ഥിതിയായി. കേരളത്തിലെ ജനങ്ങള് ഇക്കാര്യത്തിൽ CPMന്റെ കാപട്യം, ഇരട്ടത്താപ്പ് മനസ്സിലാക്കുകയും ചെയ്തു.